എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മസാലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ മഷ്റൂം വെച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം മഷ്റൂമും വെജിറ്റബിൾസും എല്ലാം ചേർത്തുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പം, ഇടിയപ്പം എല്ലാറ്റിൻ്റെയും കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മൾ മഷ്റൂം വെച്ചിട്ടുള്ളൊരു കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റ് ബീച്ച് മഷ്റൂം അല്ലെങ്കിൽ ഷിംജി മഷ്റൂം എന്നൊക്കെ പറയാറുണ്ട്. ഇതിനകത്ത് ഷിംജി മഷ്റൂം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മഷ്റൂം വെച്ചിട്ടാണ് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു മഷ്റൂം കറിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഈ ഒരു പാക്കറ്റിനകത്ത് 150 ഗ്രാമാണ് വരുന്നത്. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് വെച്ചിട്ടാണ് ഈ ഒരു മഷ്റൂം കറി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് പാക്കറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു ബോക്സിലായിട്ടാണ് നമുക്ക് ഈ ഒരു മഷ്റൂം വാങ്ങിക്കാൻ കിട്ടുന്നത്. മഷ്റൂം കഴുകിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത ശേഷമാണ് ഇതിലാണ് നമ്മൾ മഷ്റൂമിനെ ഒന്ന് കഴുകിയെടുക്കുന്നത്. അപ്പോൾ ഈ ബോക്സിൽ കിട്ടിയിട്ടുള്ള ഈ മഷ്റൂമിനെ നമുക്കിങ്ങനെ അടർത്തിയിട്ട് കഴുകിയെടുക്കാം. മഷ്റൂമിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ വേര് പോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം കഴുകിയെടുക്കാൻ. എപ്പോഴും മഷ്റൂമൊക്കെ വാങ്ങിച്ച ദിവസം അതല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഉപയോഗിക്കേണ്ടതാണ്. കൂടുതൽ ദിവസം എടുത്തു വെച്ചിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല. പെട്ടെന്ന് തന്നെ മഷ്റൂമൊക്കെ കേടായി പോകുന്നതാണ്. അതുപോലെ ഒരു പ്രാവശ്യം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഈ മഷ്റൂം ഉപയോഗിക്കേണ്ടതാണ്. ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് വീണ്ടും ഉപയോഗിക്കാനും പാടുള്ളതല്ല. അങ്ങനെ നമ്മുടെ മഷ്റൂമൊക്കെ 1-2 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി തൊട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ചെറിയ മഷ്റൂം ആയതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ചൊരു വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനത്തെ മഷ്റൂമെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ മഷ്റൂമിന് ഞാൻ 3ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ചെറിയ മഷ്റൂമിന് 2ആയിട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിപ്പോൾ മഷ്റൂമിനൊക്കെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ ഞാൻ കുറച്ച് വെജിറ്റബിൾസും കൂടി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് വലുപ്പമുള്ള സവാള എടുത്തിട്ടുണ്ട്, ഒരു 5 വെളുത്തുള്ളി, ഒരു തക്കാളി, അതുപോലെ തന്നെ 2 പച്ചമുളക്. ഇത് കൂടാതെ ഞാൻ കുറച്ച് മിക്സഡ് വെജിറ്റബിൾസും കൂടി ചേർക്കുന്നുണ്ട്. ഗ്രീൻ പീസ്, ബീൻസ്, ക്യാരറ്റ്. ഞാനിപ്പോൾ ഫ്രോസൺ ആണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. മഷ്റൂം കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കേണ്ടത്. വെളിച്ചെണ്ണയൊക്കെ കട്ട പിടിച്ച് ഇരിക്കുകയാണ്. 1.5 ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. അതിനകത്ത് കടുകൊക്കെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള സവാളയാണ് ചേർക്കുന്നത്. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഈ സവാള ഒന്ന് വഴണ്ടി വരുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. സവാള ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെയാണ് വഴറ്റിയെടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. പിന്നെ ചേർക്കുന്നത് ഒരു 2 പച്ചമുളക് കട്ട് ചെയ്താണ്. ഇനി ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച ശേഷം വേണം നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാൻ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മളിതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് 1.5 ടീസ്പൂൺ ചേർക്കാം. 1.5 ടീസ്പൂൺ. പിന്നെ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഇത് നമുക്കൊരു 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ. ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കാം. ക്യുമിൻ പൗഡർ. പിന്നെ ചേർക്കുന്നത് പെരിഞ്ജീരകപ്പൊടിയാണ്. ഇതൊരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. അങ്ങനെ പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞ ശേഷം പിന്നെ ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി വെച്ച ശേഷമാണ് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം മാറി നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം ചേർക്കാം. നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കുമ്പോൾ മുളക് പൊടി ചേർക്കുന്നില്ല. പകരം കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരിവാണ് ഈ ഒരു കറിക്ക് നൽകുന്നത്. അങ്ങനെ പൊടികളൊക്കെ ചേർത്ത ശേഷം നന്നായി മൂത്തൊരു മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം ചേർക്കാം. മഷ്റൂം ചേർത്ത ശേഷം നന്നായി മസാലയായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ
മഷ്റൂമും മസാലയായിട്ട് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അപ്പോഴേക്കും മഷ്റൂമിൽ നിന്നൊക്കെ നന്നായി വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നതാണ്. അങ്ങനെ ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. മഷ്റൂമിൽ നിന്നൊക്കെ നന്നായി വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഇത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടൊമാറ്റോ ചേർക്കാം. ഒരു വലിയൊരു ടൊമാറ്റോ ആണ് കട്ട് ചെയ്ത് ചേർത്തിരിക്കുന്നത്. ഇതും ചേർത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ തക്കാളിയും ചേർത്ത ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചാണ് വേവിക്കേണ്ടത്. അങ്ങനെ മഷ്റൂമും തക്കാളിയൊക്കെ ചേർത്ത ശേഷം നന്നായി വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഈ സമയത്താണ് നമ്മളിതിലേക്ക് ഫ്രോസൺ വെജിറ്റബിൾസ് ചേർക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് വെജിറ്റബിൾസ് ആണെങ്കിൽ ഒന്ന് ആവി കയറ്റിയ ശേഷം ഒന്ന് വേവിച്ച ശേഷം ചേർത്താൽ മതി. കാരണം ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ഫ്രോസൺ വെജിറ്റബിൾസ് ആണ്. എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടി ചേർക്കാം. വെജിറ്റബിൾസും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മഷ്റൂം ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ വെജിറ്റബിൾസും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും അതുപോലെ തന്നെ കുറച്ചും കൂടി ഒന്ന് ഹെൽത്തിയും ആവുന്നതാണ്. ഈ സമയത്ത് ഉപ്പ് നോക്കിയ ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷമാണ് ഇതൊരു 5 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുന്നത്. എന്താ നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കറി ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് അല്പം തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു മഷ്റൂം കറി തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. മഷ്റൂമിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ് ഈ ഒരു ഗ്രേവി ആയിട്ട് കാണിക്കുന്നത്. എല്ലാ പലഹാരങ്ങളുടെ കൂടെയും നമുക്ക് ഈ ഒരു മഷ്റൂം മസാലക്കറി കഴിക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. തേങ്ങാപ്പാൽ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ അരമുറി തേങ്ങ പീരയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് നമ്മൾ കട്ടി തേങ്ങാപ്പാലാണ് എടുക്കുന്നത്. 1/2 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒന്ന് അടിച്ചെടുത്ത ശേഷം കട്ടി തേങ്ങാപ്പാലാണ് ഈ ഒരു കറിയിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് കറിയിലേക്ക് തേങ്ങാപ്പാലും കൂടി ചേർക്കാം. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അങ്ങനെ തേങ്ങാപ്പാലും ചേർത്ത ശേഷം കറി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വല്ലാണ്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി തേങ്ങാപ്പാൽ. അതിന് ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടി ചേർക്കാം. അങ്ങനത്തെ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ചേർത്ത ശേഷം ചെറുതായിട്ടൊരു തിളയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം വരെ ചൂടാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനകത്ത് കറിയെല്ലാം ഞാനൊരു സെർവിങ് ബോർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു മസാലക്കറിയാണ് മഷ്റൂം വെച്ച് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മഷ്റൂം മസാലക്കറിയിൽ നമ്മൾ മുളക് പൊടി ചേർത്തിട്ടില്ല. കുരുമുളകിൻ്റെയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയും എരിവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.